ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ജീവിതം പലപ്പോഴും അത്ഭുതങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കാറുണ്ട്. അതേപോലെ കണ്ണുനീരിൻ്റെ കുറ്റാക്കുറ്റിരുട്ടിൽ തനിച്ചാക്കി ദൂരേക്ക് പോകാറുമുണ്ട്. കാര്യം പുള്ളിക്കാരൻ കുറച്ച് സീരിയസ് ആണെന്നേ. എന്നാൽ പിന്നെ ഇന്നൊരു വന്ദേ ഭാരത് യാത്രയുടെ കഥയാവാം അല്ലേ? ഇതുവരെ വന്ദേ ഭാരതിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോയേക്കാം എന്ന് പറയാൻ കൂടെ ഒരാളുള്ളത് കൊണ്ട് തന്നെ ട്രിച്ചി ടു ചെന്നൈ ഒരു വന്ദേ ഭാരത് യാത്രയുടെ വിവരണം. PG പഠനകാലത്ത് തിരുവനന്തപുരം ആർട്സ് കോളേജിലേക്കും തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്കുമുള്ള യാത്രകളിൽ ട്രെയിൻ എൻ്റെ സന്തത സഹചാരിയായിരുന്നു. ട്രെയിൻ യാത്രകൾ ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ സമ്മാനിക്കാറുണ്ട്. യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന അപരിചിതരായ മനുഷ്യന്മാരും അവരുടെ ആശകളും നിരാശകളും പങ്കുവയ്ക്കുന്ന വേദനകളും അനുഭവങ്ങളുമൊക്കെ എനിക്ക് ഓരോ പുത്തൻ അനുഭവങ്ങൾ തന്നെയായിരുന്നു. ചെറുകിട കച്ചവടക്കാരും ജീവിതത്തിന് രണ്ടറ്റം കുട്ടിമുട്ടിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് മനുഷ്യന്മാരെയും ഒക്കെ കണ്ടുകൊണ്ടുള്ള ലളിതമായ ഒട്ടും ആഡംബരങ്ങളില്ലാത്ത ഒരു സമാധാനമുള്ള യാത്ര. അതായിരുന്നു എൻ്റെ ഓരോ ട്രെയിൻ യാത്രകളും. വന്ദേ ഭാരത് അത്തരത്തിൽ ബഹളങ്ങളും ഒച്ചയും ഒന്നും ഇഷ്ടമില്ലാതെ തങ്ങളിടങ്ങളിൽ സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഓപ്ഷനാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരും അവരവരുടേതായ ലോകത്ത് ശാന്തമായി സമാധാനമായിരിക്കുന്നത് ഒരനുഭവമാണ് എനിക്ക് വന്ദേ ഭാരതിൽ നിന്ന് ലഭിച്ചത്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയിരുന്നതുകൊണ്ട് തന്നെ CC ടിക്കറ്റാണ് കിട്ടിയത്. ഒപ്പം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഫുഡും. അല്ലെങ്കിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് എങ്ങനെയാണ് മോശം പറയാൻ സാധിക്കുക? ഓരോ മണി അരിയുടെ പിന്നിലെയും കഷ്ടപ്പാട് ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ ഭക്ഷണത്തെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മിതവും ലളിതവും എന്നാൽ രുചികരവുമായ ഒരു നല്ല ഭക്ഷണം അത്ര തന്നെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകളെ ഏറ്റവും മനോഹരമാക്കുന്നത് ആ ഇടങ്ങളും കണ്ട കാഴ്ചകളും കിട്ടിയ ഓർമ്മകളും മാത്രമല്ല, നമ്മളോടൊപ്പമുള്ള മനുഷ്യന്മാരും കൂടിയാണ്. ആ മനുഷ്യന്മാരോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളെയാണ് ജീവിതത്തിൻ്റെ ഓർമ്മക്കോണിലേക്ക് നമ്മൾ എപ്പോഴും പകർത്തി വയ്ക്കുന്നത്. ഇനിയും നിറയെ യാത്രകളും ജീവിതകാലം മൊത്തം ഒപ്പം ഒരുമിച്ചുണ്ടാവും എന്ന ഉടമ്പടി ഒപ്പുവെച്ച് കൂടെ കൂട്ടിയ ഈ മനുഷ്യനോടൊപ്പം ഇനി അങ്ങോട്ടും യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ജിപ്സി.